സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. കൊരിന്ത്യർക്ക് എഴുതിയതായ 1 ലേഖനം 6 അധ്യായം 18, 19, 20 വാക്യങ്ങൾ വായിക്കാം. ശ്രദ്ധിക്കുക. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്നു. എല്ലാ യൗവനക്കാരും യൗവനപ്രായത്തിൽ ഗ്ലാമർ എന്ന് പറയും. എന്താണ്? നല്ല സൗന്ദര്യമുള്ളവരായിട്ട്, ആകർഷണീയരായിട്ട് കാണപ്പെടും. നല്ല ആരോഗ്യമുള്ളവരായിരിക്കും, നല്ല ചുറുചുറുക്കുള്ളവരായിരിക്കും. യൗവനപ്രായം എന്ന് പറയുന്നത് ഒരുവന്റെ ജീവിതത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു സമയമാണ്. ആ യൗവനപ്രായം വരുന്നതായ സമയത്ത് എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിരിക്കും. സൗന്ദര്യമുള്ള ഒരു ശരീരം ഉണ്ടായി ആകർഷണീയമായിരിക്കും. ആ ശരീരം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ സ്വത്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ, ഈ ശരീരം ദൈവം എനിക്ക് ദാനമായി തന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ആശിച്ചാൽ നീ ഭാഗ്യവാനാകും. അനേകം ആളുകൾ യൗവനകാലത്ത് തങ്ങളുടെ ആരോഗ്യത്തെ, സൗന്ദര്യത്തെ, അഴകിനെയൊക്കെ കണ്ടുകൊണ്ട് ദൈവത്തിനെ വകവയ്ക്കാതെ, വളർത്തി വലുതാക്കിയ സ്വന്തം മാതാപിതാക്കളെ പരിഗണിക്കാതെ, തങ്ങളുടെ കഴിവും സാമർഥ്യവും കൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം അവർ പിശാചിന്റെ കൈകളിൽ ഞെരുങ്ങുകയാണ്. പിശാചിന് ആവശ്യമായിരിക്കുന്നത്, ആരോഗ്യമില്ലാത്തവരെ പിശാചിന് ആവശ്യമില്ല, ഒരുപാട് പ്രായമുള്ളവരെ പിശാചിന് ആവശ്യമില്ല, അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പിശാചിന് ആവശ്യമില്ല. അവൻ യൗവനക്കാരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൗവനപ്രായത്തിൽ ഉണ്ടാകുന്നതായ ആ ചിന്തകൾ, ആ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആശകൾ, ആഗ്രഹങ്ങൾ, ആ ഇച്ഛകൾ എന്താണ്? അവയെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി, അവയെ മിസ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി പിശാച് യൗവനക്കാരെ പ്രേരിപ്പിക്കാറുണ്ട്. ഇന്ന് അനേകം യൗവനക്കാരെ നോക്കുമ്പോൾ അവരുടെ യൗവനപ്രായത്തിൽ അവർ വഴിതെറ്റിപ്പോകുവാനുള്ള കാരണം സെൽഫോണാണെന്ന് നിസ്സംശയം പറയാം. ആ സെൽഫോണിന് എത്രയോ യൗവനക്കാർ ഇന്ന് അടിമകളായി മാറി. പലതരത്തിലുള്ള ആപ്സുകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആട്ടവും പാട്ടുമെന്ന് പറഞ്ഞ് അശ്ലീല ചിത്രങ്ങളും സിനിമകളും അതുപോലെയുള്ള കാര്യങ്ങളും, അതുപോലെ സെൽഫോണിൽ കൂടി തെറ്റായ സ്നേഹബന്ധങ്ങൾ, അനാവശ്യമായ സംസാരങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കാരണമായി ഒരാൾ മറ്റൊരാളെ നശിപ്പിക്കുകയാണ്. നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ നിന്റെ കണ്ണുകൾ ആരുടേതാണ്? നിന്റെ കൈകൾ ആരുടേതാണ്? നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ ബ്രെയിൻ ആരുടേതാകുന്നു? നിങ്ങളുടെ ശരീരത്തിലുള്ളതായ സകലതും ദൈവം നിനക്ക് നൽകിയതാണ്. മാതാപിതാക്കൾ ജനിപ്പിച്ചാണെന്ന് പറയാം. മാതാപിതാക്കൾ നമുക്ക് ഈ ഭൂമിയിൽ ജനനം നൽകി, അത് ശരിയാണ്. എന്നാൽ നിനക്ക് ജീവൻ നൽകിയിരിക്കുന്നത്, നിനക്ക് ആത്മാവിനെ അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത്, നമുക്ക് പ്രാണനെ തന്നിരിക്കുന്നത്, നാം ഓരോ ദിവസം ചെല്ലും തോറും ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല. ഒരു അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ കുഞ്ഞ് അത് വളർന്ന് അതിനൊരു രൂപം പ്രാപിച്ച് അതിനുശേഷം അത് വളർന്ന് ഒരു യൗവന പ്രായത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ചെയ്യുന്നത് നമ്മുടെ കർത്താവാണ്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവാണ്. ഇതൊരിക്കലും മറന്നു പോകരുത്.
യൗവനക്കാർ പറയണം, എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ ദേഹം ദൈവം നൽകിയതാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. ദൈവം നമുക്ക് ശരീരത്തെ നൽകിയിരിക്കുന്നു. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. മനുഷ്യനെ സംബന്ധിച്ച് എത്രയോ ആവശ്യങ്ങളുണ്ടെങ്കിലും, എത്രയോ വിഷയങ്ങളുണ്ടെങ്കിലും, ദൈവാത്മാവ് ഒരു മനുഷ്യനിൽ ഇല്ലെങ്കിൽ അവനൊരിക്കലും സമാധാനം കാണുകയില്ല. അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു അസംതൃപ്തി അവനിൽ കാണാം. അതുകൊണ്ടാണ് ഇന്നുള്ള യൗവനക്കാരെ നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള ദാഹം, ഒരു അപൂർണത അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെടുന്നു. ഒരു ആഗ്രഹം, അത് നിവർത്തിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും അവർക്കൊന്നിലും തന്നെ തൃപ്തി ഉണ്ടാകുന്നില്ല. ഇന്നെത്രയോ യൗവനക്കാർ മയക്കുമരുന്നിന് അടിമകളായി മാറുന്നു. മദ്യത്തിന് അടിമകൾ ആയിട്ട് മാറുന്നവരുണ്ട്. ലക്ഷ്യം നഷ്ടപ്പെട്ട് റോഡിൽ കൂടി നടക്കുന്നവരുണ്ട്. നീ യേശുവിൻ്റെ പൈതലാകുന്നുവെങ്കിൽ നിന്റെ ശരീരത്തെ പിശാച് തൊടുന്നതിന് മുൻപ് തന്നെ, പിശാച് നിന്നെ കീഴടക്കുന്നതിന് മുൻപേ, പിശാച് ഉപയോഗിച്ച് തള്ളിക്കളഞ്ഞതല്ല ദൈവത്തിന് ആവശ്യമുള്ളത്. നിന്റെ യൗവനപ്രായത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. പാപം ചെയ്ത് വീണിട്ട് കർത്താവിൽ വിശ്വസിക്കുന്നതാണ് വലിയ സാക്ഷ്യമെന്ന് പലരും വിചാരിക്കുന്നത്. എന്നാൽ പാപത്തിൽ വീഴുന്നതിന് മുൻപ് തന്നെ നിന്റെ ശരീരം ദൈവത്തിന് വേണ്ടി നീ മാറ്റിവെക്കണം. നീ പരീക്ഷകളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് നിനക്ക് വലിയ വിടുതൽ സംഭവിക്കാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് യൗവനക്കാരോട് പറയുന്നത്? നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഓടിപ്പോകുവീൻ. ഇന്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ തന്നെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ഉണ്ടാവുകയാണ്. എന്താണ്? 10ാം ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ SMS അയക്കുകയും വാട്സപ്പ് മെസ്സേജുകൾ അയക്കുകയും ഫോട്ടോസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ കൂടി നിന്നെ തന്നെ നീ അശുദ്ധിയാക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെയും നീ അശുദ്ധിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓർക്കണം, യൗവനമോഹങ്ങൾ സർവ്വസാധാരണമാണ്. എന്നാൽ അവയെ വിട്ട് ഓടിപ്പോകുവിൻ എന്ന് ദൈവവചനം പറയുന്നു. തിമോത്തിയോസിനെഴുതിയ 2-ാം ലേഖനം 2-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുന്നു. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. യൗവനമോഹങ്ങളെ വിട്ട് ഓടുവാൻ വേണ്ടി പറയുന്നു. യൗവനമോഹങ്ങൾ എങ്ങനെ നിന്നെ വിട്ടുപോകും? അത് നിന്നോടൊപ്പം ഉണ്ടല്ലോ. യൗവനമോഹങ്ങളെ വിടുക, യൗവനമോഹങ്ങളെ വിട്ടോടുക. എവിടേക്കാണ് വിട്ടോടേണ്ടത്? യൗവനമോഹങ്ങളെ വിട്ടോടി സിനിമ ഹാളിൽ ചെന്നാൽ അവിടെ എന്താണ്? അവിടെയുമുണ്ട്. എന്താണ്? യൗവനമോഹങ്ങളെ വിട്ടിട്ട് അവിശ്വാസികളായ കൂട്ടുകാരുടെ അടുക്കൽ ചെന്നാൽ എന്തായിത്തീരും? യൗവനമോഹങ്ങളെ വിട്ടിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിശ്വാസികളുടെ കൂടെ ഇരുന്നാൽ, മദ്യപാനികളുടെ ഒപ്പം ഇരുന്നാൽ, കലഹം ചെയ്യുന്നതായ ആളുകളുടെ കൂടെ കൂടിയാൽ എന്താണ് പ്രയോജനം? അവയെ വിട്ടിട്ട് എവിടേക്കാണ് പോകേണ്ടത്? കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് കൂടെ. എവിടേക്കാണ് വരേണ്ടത്? കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂടെ വരേണ്ടതാണ്. ഒരു യൗവനക്കാരൻ മാറണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളുമായിട്ട് അവന് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അവരോടൊപ്പം കൂട്ടായ്മയിൽ ഭാഗവാക്കാകണം. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. അവൻ്റെ ഹിതത്തെ നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളോടൊപ്പം ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തോടുള്ളതായ നിങ്ങളുടെ ആസക്തിക്ക് വിടുതൽ സംഭവിക്കും. എന്താണ്? യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. നീതി എന്ന് പറയുമ്പോൾ എന്താകുന്നു? പല യൗവനക്കാരും പറയാറുള്ളതാണ്, ഇതിലെന്താണ് വലിയ തെറ്റ്? ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, എല്ലാവരും ചെയ്യുന്നില്ലേ? ഒരു സിഗരറ്റ് വലിച്ചെന്നും പറഞ്ഞ് തെറ്റെന്താണ്? ഒന്ന് സിനിമ കണ്ടാൽ തെറ്റെന്താണ്? നേരം പോക്കിന് വേണ്ടിയല്ലേ? എല്ലാവരും പോകുന്നില്ലേ? ഞാൻ ചെയ്യുമ്പോൾ മാത്രം തെറ്റാണോ? ഇത് പാപമാണോ എന്ന് പറഞ്ഞ് തർക്കിക്കാറുണ്ട്. എല്ലാവരും ചെയ്തത് കൊണ്ട് തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. ഒരു തെറ്റ് അനേകം ആളുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തെറ്റ് തെറ്റല്ലാകുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ അജ്ഞാനമാണ്. വിശാലമായ വാതിലിൽ കൂടി കടക്കുന്നവർ അനേകരാണ്. ഇടുക്കമുള്ള വാതിലിൽ കൂടി കടക്കുന്നവർ
കുറവാണ്. ഇടുക്കമുള്ള വാതിൽ കൂടി കടക്കുവാനായി പോരാടുക. യൗവനക്കാരൻ യൗവനപ്രായത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ളതായ തീരുമാനമെടുക്കുകയാണെങ്കിൽ, നിന്റെ യൗവന മോഹങ്ങൾ നിന്നെ പിന്തുടരുമ്പോൾ, ലോകത്തിന്റെ ആശകൾ നിന്നെ വേട്ടയാടുമ്പോൾ, അവയെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. ദയവ് ചെയ്ത് നിങ്ങളുടെ യൗവനക്കാരായ മക്കളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. അനേകം ആളുകളും ഇന്ന് യൗവനക്കാരായിരിക്കുന്ന മക്കളെ പരിഗണിക്കുന്നില്ല. ചില ചർച്ചുകളിലാണെങ്കിൽ യൗവനക്കാർ മാത്രമായിരിക്കും, അവരായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, കൊയറിൽ നിൽക്കുന്നത്, വോളണ്ടിയേഴ്സായിട്ട് നിൽക്കും, സഭയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും. എന്നാൽ അവർക്ക് മാനസാന്തരത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ ആരും കാണില്ല. ഹൃദയത്തിന് മാറ്റമില്ലാതെ നാം എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്താലും ദൈവസന്നിധിയിൽ അത് അംഗീകാരമാകില്ല. ദൈവത്തിനു വേണ്ടി നീ എന്തെല്ലാം ചെയ്തു എന്നുള്ളതല്ല പ്രധാനം, നിന്റെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു എന്നതാണ് പ്രധാനം. ഈ കാലത്ത് മാനസാന്തരമില്ലാത്ത യൗവനക്കാർ ചർച്ചിൽ ഉണ്ട്. മാനസാന്തരമില്ലാത്ത യൗവനക്കാർ ചർച്ചിൽ പാട്ട് പാടുന്നു, ആരാധിക്കുന്നു. ചർച്ചിൽ വന്നിട്ട് അവർ ഓരോ പ്രോഗ്രാമുകൾ ചെയ്യുന്നു. അവർ കൊയറിലുണ്ട്, ഉപകരണങ്ങൾ വായിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ മനസ്സിന് മാത്രം മാറ്റമില്ല. ആലയത്തിൽ കാണുന്നതായ വ്യക്തിയെ പാപം ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അശുദ്ധമായ സ്ഥലങ്ങളിൽ കാണുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ വളരെ ജാഗ്രതയോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒരു തരത്തിലും പാപത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? നോക്കൂ, ഒരുവൻ വിശുദ്ധി കൂടാതെ ജീവിച്ചിട്ട് പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞാൽ അത് വെറുതെയാണ്. നിന്റെ ജീവിതം ശരിയാക്കാതെ, നിന്റെ പ്രവൃത്തികൾ ശരിയാക്കാതെ, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന അനേകം ആളുകൾ ഇന്നുണ്ട്. നിന്റെ മുഴങ്കാലിലുള്ള പ്രാർത്ഥന, നിന്റെ പ്രവൃത്തികൾ, നിന്റെ പെരുമാറ്റം, നിന്റെ അച്ചടക്കം, ഇവയെല്ലാം നിന്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തും. ഒരു വ്യക്തിക്ക് ശരീര ഇച്ഛകളെ ജയിക്കണമെങ്കിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവൻ താഴ്മയുള്ളവനായിരിക്കണം. എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും വായി തുറന്ന് കർത്താവിനോട് എല്ലാവരും സംസാരിച്ചാട്ടെ. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. നിന്നാൽ സ്നേഹിക്കപ്പെടുന്ന ഞങ്ങളെ ഒരിക്കൽ കൂടി ദർശിക്കണമേ. നീ തിരഞ്ഞെടുത്ത യൗവനക്കാരായ മക്കളെ നോക്കണമേ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നീ തിരഞ്ഞെടുത്ത നിന്റെ മക്കളെ നീ ദർശിക്കണമേ. നിന്റെ രക്തത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ അഴിച്ചു കളഞ്ഞതുകൊണ്ട് എല്ലാ മക്കൾക്കും രക്ഷാഭാഗ്യം കൊടുക്കണമേ. കർത്താവേ, ഇനി ഒരു ക്ഷണം പോലും ഞങ്ങളുടെ യൗവന മക്കൾ ഇനിയും ഒരു ക്ഷണം പോലും പിശാചിന്റെ കൂട്ടാളികളായിരിക്കുവാൻ പാടില്ല കർത്താവേ. പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോകുവാൻ പാടില്ല കർത്താവേ. ഈ സമയത്ത് യൗവനക്കാരായിരിക്കുന്ന എല്ലാ മക്കളെയും പിശാചിന്റെ പിടിയിൽ നിന്ന് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിടുവിക്കുകയാണപ്പാ. അവരോട് നീ മനസ്സലിയുമാറാകണമേ. ഇത്രയും നാൾ അവർ പിന്തുടർന്നു വന്നതായ ആ പാപത്തെ വെറുക്കുവാൻ ആവശ്യമായ കൃപ, ആ ശക്തി അവർക്ക് കൊടുക്കുമാറാകണമേ. എല്ലാവരുടെയും മേൽ നിന്റെ കൃപ കൊടുക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ഇതാ ഞങ്ങളുടെ ശരീരങ്ങളെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിച്ച് നിന്റെ ആലയമാക്കി മാറ്റണമേ. പ്രാർത്ഥനാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ